ക്ലോസറ്റിൻ്റെ അകത്ത് ഇരിക്കാൻ നേരത്തെ ക്ലോസറ്റിന് ഒരു ആട്ടമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ്. നമ്മൾ വന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ക്ലോസറ്റ് ഫില്ലിംഗ് അല്ല. ഉണ്ട് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഒന്നും ഇതില്ല. ഇതൊരു ചെറിയൊരു ടൈൽ പീസിൻ്റെ അകത്താണ് ഈ ഭാഗത്ത് ക്ലോസറ്റ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ടൈൽ പീസിൻ്റെ അകത്താണ് ഈ ക്ലോസറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്ലോർ മൗണ്ടോ അല്ലെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റുകളോ കറക്റ്റ് നമ്മൾ ഫ്ലോറുമായിട്ട് സീറ്റിംഗ് ആയിരിക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വൈറ്റ് സിമെൻറ്റിൻ്റെ അകത്ത് സെറ്റാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വെച്ചേക്കുന്നത് ഇത് വൈറ്റ് സിമെൻ്റ് അല്ല, ഇത് പുട്ടിയാണ്. അതായത് പെയിൻ്റ് അടിക്കാർ ഉപയോഗിക്കുന്ന പുട്ടിയാണ് ദാണ്ട് ഈ വെച്ചേക്കുന്നത്. ഈ പുട്ടി ദാണ്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊടിഞ്ഞാണ് അതിന് ചുറ്റും ഇളകിപ്പോയേക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് ഇതിനൊരു ഷേക്കിങ് വന്നത്. ഇത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ ക്ലോസറ്റുകൾ ഫിറ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് വൈറ്റ് സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യണം. സിലിക്കോൺ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ സിലിക്കോൺ കുറേ നാൾ കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് പൂപ്പൽ പിടിക്കുന്ന ഇത് വരുന്നുണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ട്. അതായത് ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നമുക്ക് വൈറ്റ് സിമെൻറ്റാണ്. വൈറ്റ് സിമെൻറ്റ് വെച്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. അല്ലാതെ പുട്ടിയൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. അത് വലിയൊരു അപകടമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്